പൂവാക കാടിനു പൊൻകൊട ചൂടിയാലോലം താളലയങ്ങളിലാടി താഴം പൂ പോൽ തഴുകും കുളിർ കാറ്റിൽ കൈകളിൽ അറിയാതെ നീ ഏതോ താളം തേടുന്നു. പൊന്നൊരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നാട തളിരാട കാണിക്കയായി തന്നു. കൂടേറാൻ പ്രാവെല്ലാം പാറിപ്പോകെ ലാ 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 ലാ. നന്നായിരുന്നു കേട്ടാ. ഇനി എനിക്ക് കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എങ്ങനെയാണ് ഭാര്യയെക്കുറിച്ച് പറയൂ. ഇതിങ്ങനെ പാടി തന്നെയാണോ വളച്ചു വീഴ്ത്തിയതെന്നൊക്കെ പറയൂ. അല്ല, ഭാര്യയെ വളച്ചു വീഴ്ത്തിയതല്ല, മനോരമയുടെ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. എൻ്റെ വൈഫ് സംസാരിക്കാത്തതും ചെവി കേൾക്കാത്തതുമായ ഒരാളാണ്. ഞാൻ അങ്ങനെ ഒരാളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഒരു സനം തോങ്കിരിച്ച് ഊതക്കാറ്റും മടിച്ചിരിച്ച് പാവിമാനം തൂങ്കലയേ ആദവും മീനും പൊരിയലയേ. ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 17 വർഷമായി. അപ്പം നല്ല രീതിയിൽ തന്നെ പർപ്പസ്ഫുള്ളി അങ്ങനെ നോക്കി കല്യാണം അങ്ങനെ കഴിച്ചാണ്. അങ്ങനെ ഒരാളെ തന്നെ വിവാഹം ചെയ്തതാണ്. പിന്നെ നല്ലൊരു തയ്യക്കാരിയാണ് വൈഫ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ അവൾ തയ്യൽ തന്നെ ആയിരുന്നു അവളുടെ ജോലി. പിന്നെ വീട്ടിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലത്ത് തയ്യൽ ജോലിയിൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം എനിക്ക് 6 പെങ്ങന്മാരാണ്. അതിൽ ഞങ്ങൾ 2 ആൺപിള്ളേരും 6 പെൺകുട്ടികളുമാണ്. അതിലിപ്പോൾ ഇനിയിപ്പോൾ 2 പേരും കൂടെ എനിക്ക് വീട്ടിൽ കല്യാണം കഴിക്കാനുണ്ട്. അതിലൊരാൾ ഇവിടെ ഇല്ല, ഒരു ഹൗസ് മെയ്ഡായിട്ട് വർക്ക് ചെയ്യാണ് വെളിയിൽ. പിന്നെ ഇപ്പോൾ എനിക്കൊരു മൂത്ത പെങ്ങളുണ്ട്, ഒരു മെൻ്റലി ഡിപ്രഷനായിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ വരാനാണ് ഇരുന്നത്, ഇവിടെ വൈഫായിട്ട് വരാനാണ് ഇരുന്നത്. അപ്പം പെങ്ങൾക്ക് ഇപ്പോൾ ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ടൊരു ഉറക്കത്തിൻ്റെതായ ഒരു മൂഡിലൊക്കെ ഉണ്ട്. അപ്പം യാത്രയിൽ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ 2 പേരെ ഒഴിവാക്കി ഞാൻ തന്നെ ഇങ്ങോട്ട് പോരുന്നതാണ്. ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി വിശേഷങ്ങൾ. എങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ. പുള്ളിക്കാരിക്ക് നല്ല ലിപ്പ് മൂവ്മെൻ്റ് ആണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ലിപ്പ് നമ്മൾ അനക്കിയ ഉടനെ കാര്യങ്ങൾ അറിയാൻ പറ്റും. തന്നെയല്ല, ഡെഫ് സ്കൂളിൽ പഠിച്ചിട്ടില്ല, അവൾ +2 പാസ്സായ ഒരാളാണ്. അപ്പോൾ സാധാരണ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ലിപ്പിൽ കൂടെ അവർ മനസ്സിലാക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അനിയത്തിയെക്കുറിച്ച് കൂടുതൽ പറയൂ. അനിയത്തിയല്ല, എൻ്റെ മൂത്ത പെങ്ങളാണ്. എന്താ പുള്ളിക്കാരത്തിക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞ ഒരു മെൻ്റൽ പ്രോബ്ലം പെട്ടെന്ന് വന്നാണ്. ഒന്ന് തല കറങ്ങി താഴെ പോയി. അതിനുശേഷം അല്ലല്ല, ഈ ഒരു 3 വർഷമായുള്ളൂ അങ്ങനെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ചികിത്സ. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വന്നു. അപ്പോൾ ഇപ്പോൾ ഈ ചൂട് കൂടുതലായപ്പം അസുഖം വീണ്ടും ഒന്ന് തിരിച്ചു വന്ന ഒരു പ്രതീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനിപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ പോയി ഡോക്ടറെ കണ്ട് ഗുളികയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷം. പിന്നെ ദൈവം നല്ലൊരു വീട് തന്നു. കുറേ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ജെയിൻ ചേർത്തല എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ ഒറ്റയ്ക്ക് പ്രോഗ്രാം പിടിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേനടുത്തൊരു മലേഷ്യൻ ട്രിപ്പ് വരുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ